തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ ശ്രദ്ധ ഇനി ബീഹാർ രാഷ്ട്രീയത്തിലേക്ക്. അടുത്ത മാസം 6, 11 തീയതികളിലായാണ് തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം 17-ന് ആരംഭിക്കാനിരിക്കെ നിലവിൽ ഭരണത്തിലുള്ള നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDAയിലും പ്രതിപക്ഷമായ ഇന്ത്യ മഹാസഖ്യത്തിലും സീറ്റ് വിഭജന ചർച്ചകൾ തർക്കം മൂലം നീളുന്ന സാഹചര്യമുണ്ട്. ആകെയുള്ള 243-ൽ 121 മണ്ഡലങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് തയ്യാറാക്കിയ വോട്ടർ പട്ടിക പ്രകാരം 2 ഘട്ടങ്ങളിലുമായി 7.43 കോടി വോട്ടർമാരാകും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഏതു രീതിയിലാകും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയെന്ന ആകാംക്ഷ ഇരു മുന്നണികൾക്കുമുണ്ട്. വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഉണ്ടാവുക. നിലവിൽ ദേശീയ ജനാധിപത്യ സഖ്യം 131, മഹാസഖ്യം 111 എന്നതാണ് കക്ഷിനില. BJPയും ജനതാദളും ആണ് NDAയുടെ കരുത്തെങ്കിൽ RJDയും കോൺഗ്രസുമാണ് മഹാസഖ്യത്തിനായി പട നയിക്കുന്നത്. NDAയിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജൻശക്തി പാർട്ടിയും കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി അധ്യക്ഷനായുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും സീറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന കടുംപിടുത്തമാണ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നത്. മറുഭാഗത്ത് കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 15 സീറ്റിന്റെയെങ്കിലും കുറവ് ഇത്തവണ ഉണ്ടാകുമെന്നതാണ് നില. 20 വർഷത്തിലേറെ ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ള നിതീഷ് കുമാറിന്റെ ലക്ഷ്യം 10ാം ഊഴമാണ്. നിതീഷ് കുമാർ സർക്കാരിനെതിരെ കുറ്റപത്രം പുറത്തിറക്കിയാണ് കോൺഗ്രസ് കളത്തിലിറങ്ങിയത്. അഴിമതി സർക്കാരിനെ ഇത്തവണ ജനങ്ങൾ തുടച്ചു നീക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രചാരണം. കൂടാതെ നിതീഷ് കുമാറിന്റെ അനാരോഗ്യം ഇന്ത്യ സഖ്യം എടുത്തു കാട്ടുന്നു. ഇത്തവണയും ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ ജയിക്കുമെന്ന് BJP വ്യക്തമാക്കിയതോടെയാണ് പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ ശക്തമാക്കിയത്. വിറച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെയല്ല ബീഹാറിന് വേണ്ടതെന്ന 36-കാരനായ RJD നേതാവ് തേജസ്വി യാദവിന്റെ വാക്കുകൾ ലക്ഷ്യമിടുന്നത് എന്തെന്ന് വ്യക്തമാണ്. നിതീഷ് കുമാർ പാവ മുഖ്യമന്ത്രിയാണെന്ന പ്രതിപക്ഷ ആരോപണം വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് അറിയേണ്ടത്. കൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ നടത്തിയ ചാഞ്ചാട്ടത്തിന് ഇത്തവണ വോട്ടർമാർ കണക്ക് തീർക്കുമെന്നും മഹാസഖ്യം കണക്കുകൂട്ടുന്നു. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2 വർഷത്തിന് ശേഷം നിതീഷ് കുമാർ ചുവടുമാറ്റി മഹാസഖ്യത്തിന്റെ ഭാഗമാവുകയും മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വീണ്ടും NDAയുടെ ഭാഗമായി മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്ന നിതീഷിനെയാണ് രാജ്യം കണ്ടത്. തീർച്ചയായും ജനങ്ങളെ അമ്പരിപ്പിച്ചിട്ടുള്ള നിതീഷ് കുമാറിന്റെ ഇത്തരം നീക്കങ്ങളോടുള്ള പ്രതികരണം കൂടിയാകും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്. 2014-ൽ നരേന്ദ്രമോദിയെ NDA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ട ചരിത്രവും നിതീഷിനുണ്ട്. മഹാസഖ്യത്തിൽ താൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന പ്രഖ്യാപനത്തോടെയാണ് തേജസ്വി യാദവ് മുന്നോട്ടു പോകുന്നത്. ഇതിനിടെ അധികാരം കിട്ടിയാൽ ബീഹാറിൽ സാമുദായിക പരിഗണന വെച്ച് 3 ഉപമുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ദളിത്, മുസ്ലിം, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിക്കാനാണ് മുന്നണി നീക്കം. നിലവിൽ അനുകൂലമായ വിഭാഗങ്ങളെ പക്ഷത്ത് നിലനിർത്താൻ മഹാസഖ്യത്തിനായാൽ നിതീഷിന്റെയും BJPയുടെയും കണക്കുകൂട്ടലുകൾ ഇത്തവണ ബീഹാറിൽ തെറ്റിയേക്കാം. അടുത്ത മാസം 14-ന് പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പ്. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.